ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ബീഹാർ ടു ആലപ്പി യാത്രയുടെ സെക്കൻഡ് പാർട്ടായിട്ടാണ്. രണ്ടാമത്തെ ദിവസമാണിത്. അപ്പോൾ വെളുപ്പിനെ തന്നെ നമ്മൾ എണീറ്റു ഫ്രഷായി പാക്കിങ്ങും എല്ലാം കഴിഞ്ഞു റൂമിൽ നിന്ന് ഇറങ്ങുകയാണ്. നമ്മളന്ന് സ്റ്റേ ചെയ്തത് ജംഷഡ്പൂരിൽ ടാറ്റാ നഗർ എന്ന് പറയുന്നൊരു സിറ്റിക്കുള്ളിലാണ്. ഇത് ടാറ്റയുടെ സ്റ്റീൽ പ്ലാന്റും പ്രൊഡക്ഷനും ഒക്കെ ഇവിടെയാണ് നടക്കുന്നത്. ഒരുപാട് കമ്പനികളും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു തിരക്ക് പിടിച്ചൊരു നഗരമാണ് ജംഷഡ്പൂർ. ഭയങ്കര തിരക്ക് പിടിച്ച സിറ്റി ആണെങ്കിലും നല്ല രീതിയിലാണ് അവർ ക്ലീൻ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഈ റോഡ് സൈഡൊക്കെ തന്നെ നോക്കിക്കേ, എന്ത് നല്ല ക്ലീനായിട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇതിപ്പോൾ വെളുപ്പിനെ 6 മണിക്കുള്ളൊരു വ്യൂ ആണിത്. പക്ഷേ ഇതിൽ തിരക്കാണ്. പകൽ ഭയങ്കര ട്രാഫിക്കും കാര്യങ്ങളുള്ളൊരു സിറ്റിയാണ്. പക്ഷേ നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്ത് ക്ലീൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അത് കാരണം കാണാൻ തന്നെ നമുക്ക് രാവിലെ ഇങ്ങനെ വണ്ടിയിലിരുന്ന് കാണാൻ തന്നെ ഒരു മനസ്സിനൊരു സന്തോഷവും സുഖവും ഒക്കെ ഉണ്ട്. ഞങ്ങൾ സ്റ്റേ ചെയ്തത് സിറ്റിക്കുള്ളിലുള്ളൊരു റൂമിലായത് കാരണം രാവിലെ നമ്മൾ ആ ഹൈവേയിലോട്ട് എത്താൻ ഇച്ചിരി ചുറ്റി കറങ്ങേണ്ടിയൊക്കെ വന്നു. അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കിയത് നമ്മൾ ലോങ് ട്രിപ്പൊക്കെ പോകുമ്പോഴത്തേക്ക് മാക്സിമം ഹൈവേയുടെ സൈഡിൽ തന്നെ റൂം എടുത്ത് സ്റ്റേ ചെയ്യണമെന്നാണ്. കാര്യം നമുക്ക് അപ്പോൾ ടൈം ഒരുപാടൊന്നും വേസ്റ്റ് ചെയ്യാതെ തന്നെ നമുക്ക് ഹൈവേയിൽ ചെന്നാൽ പെട്ടെന്ന് അങ്ങ് പോകാമല്ലോ. അങ്ങനെ ഞങ്ങൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ കയറിയിട്ട് ഇവിടെ 98 രൂപയാണ് ലിറ്ററിന്. ഇത് ജാർഖണ്ഡാണ് സംസ്ഥാനം. ഇവിടെയാണ് കുറവായിട്ട് തോന്നിയത്. ബാക്കി എല്ലായിടവും 102, 108, 106 അങ്ങനെ ഒരു റേഞ്ചിലായിരുന്നു. ഏറ്റവും കുറവ് ജാർഖണ്ഡിലായിരുന്നു 98 രൂപ. അവിടുന്ന് ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒരു റെസ്റ്റോറൻറ്റ് കണ്ട് അങ്ങനെ അവിടോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട്. റൊട്ടി, ചന മസാല, സലാഡ്. ഇതൊരു ഹൈവേയുടെ സൈഡിനുള്ളൊരു ചെറിയ തട്ടിക്കൂട്ട് റെസ്റ്റോറൻറ്റാണ്. അപ്പോൾ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഇതാണ് മട്ക ചായ, മട്ക. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് രാവിലത്തെ ചായ കുടിയും കഴിഞ്ഞു. ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ ഇറങ്ങി. നല്ല ഫുഡായിരുന്നു, നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. ഇതൊരു പഞ്ചാബി ധാബ എന്ന് പറഞ്ഞിട്ടൊരു ഫാമിലി റെസ്റ്റോറൻ്റാണ്. ഹൈവേയുടെ സൈഡിൽ തന്നെ നല്ല പാർക്കിങ്ങും കാര്യങ്ങളും ഒക്കെയുള്ള നല്ലൊരു റെസ്റ്റോറൻ്റായിരുന്നു. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നല്ല ഫുഡായിരുന്നു. അങ്ങനെ കഴിച്ചിട്ട് വീണ്ടും നമ്മൾ യാത്ര തുടങ്ങി. പാർട്ട് 4ലേക്ക് നമ്മൾ പോയിക്കണം. ഇത് ഞങ്ങളുടെ ശിവാനിയുടെ കിടപ്പാടമാണ്. 3-4 ദിവസം ശിവാനിയുടെ മാത്രം ഒരു ലോകമായിരുന്നു. ആ ബാക്കിൽ ബെഡിൽ കളിയും ഡ്രോയിങ്ങും ഉറക്കവും എല്ലാമായിട്ട് നല്ല കുഞ്ഞും നല്ല രീതിയിൽ യാത്ര എൻജോയ് ചെയ്തായിരുന്നു. സിറ്റി വിട്ട് കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരും ആശ്രയിക്കുന്നത് കൃഷിയെയാണ്. അത് കാരണം സിറ്റിക്ക് പുറത്തും കാണാൻ നല്ല ഭംഗിയാണ്, നെൽപ്പാടവും ബാക്കി കൃഷികളും ഒക്കെ ആയിട്ട്. ഇതെന്ന് പറയുന്നത് ബോൾബമ്പ എന്ന് പറയുന്നൊരു ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് ഗംഗാനദിയിൽ നിന്ന് പുണ്യജലം നിറച്ച് കാൽനടയായി അവരവരുടെ ഗ്രാമത്തിലെ പ്രധാനപ്പെട്ട ശിവക്ഷേത്രങ്ങളിലോ ഇല്ലെങ്കിൽ നമ്മുടെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലോ സമർപ്പിക്കും. ഇത് നമ്മുടെ ഈ വർഷത്തിലൊരിക്കലും നമ്മൾ ശബരിമലയിലൊക്കെ പോകത്തില്ലേ, ആ ഒരു ടൈപ്പിലെ വർഷത്തിൽ മാത്രം നടക്കുന്നൊരു ഫെസ്റ്റിവലാണിത്. അങ്ങനെ വഴിയിലെ കാഴ്ചകളൊക്കെ കണ്ട് മാപ്പിലങ്ങ് ശ്രദ്ധിക്കാതെ വണ്ടി ഇങ്ങനെ ഹൈവേ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. കുറേ കഴിഞ്ഞ് മാപ്പിൽ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഞങ്ങളൊരു 10-60 കിലോമീറ്ററോളം വഴി തെറ്റി വന്നിരിക്കുകയാണ്. ഹൈവേ ഒക്കെ കഴിഞ്ഞു പോയി. പിന്നെ ലാസ്റ്റ് ഗൂഗിൾ മാപ്പ് വീണ്ടും നോക്കി കുറേ കറങ്ങി. ഇതെന്ന് വെച്ചാൽ ചെറിയ റോഡായിരുന്നു, ഗ്രാമത്തിനുള്ളിൽ കൂടെ ഉള്ള.
പിന്നെ ഇതേപോലെ ഒത്തിരി ബ്ലോക്കുകളും വെച്ചിട്ടുണ്ട്. അതാകുമ്പോൾ നമുക്ക് മാക്സിമം സ്പീഡിൽ പോകാനും പറ്റിയില്ല. അങ്ങനെ കുറേ മണിക്കൂർ കാടിനുള്ളിലെല്ലാം കറങ്ങി ചുറ്റിയതിന് ശേഷമാണ് ഞങ്ങൾ ഹൈവേ കണ്ടുപിടിച്ച് കയറുന്നത്. ഒരു ഉച്ചയോടുകൂടി ഞങ്ങൾ ഒഡീഷയിലെത്തി. ആ വഴി തെറ്റിയില്ലായിരുന്നു, ഞങ്ങൾ രാവിലെ തന്നെ എത്തേണ്ടതായിരുന്നു. ഇതിങ്ങനെ ഉച്ചയായിപ്പോയി. നമ്മളിപ്പം ഒഡീഷയിലാണ്. പിന്നെ ഞങ്ങളിപ്പോൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി കയറിയിരിക്കുക. ചെറിയൊരു റെസ്റ്റോറൻറ്റ്, കുഴപ്പമില്ലെന്ന് നോക്കും. ഫുഡ് എന്തായാലും ലഞ്ചിന് ഞങ്ങൾ താലിയായിരുന്നു പറഞ്ഞത്. ഒരു 10-12 സൈസിലെ തൊടുകറികളും ഒഴിച്ചുകറികളും ഒക്കെ കൂട്ടിയിട്ടുള്ളൊരു ഊണായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഒഡീഷ്യൻ ഫുഡ് കഴിക്കുന്നത്. പക്ഷേ കൊള്ളാം, കുറേയൊക്കെ ഇഷ്ടപ്പെട്ടു, കുറേയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പച്ച പോലൊക്കെ വെജിറ്റബിളെല്ലാം പച്ച പോലൊക്കെ തോന്നി. പക്ഷേ വെറൈറ്റി നമുക്കൊന്ന് പരീക്ഷിക്കുന്നത് നല്ലതല്ലേ, അപ്പോൾ അത് ഇഷ്ടപ്പെട്ടു. ഇപ്പം ഞങ്ങൾ ഒറീസയിലാണ്. ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു സ്വാദ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ വന്നതാണ്. നല്ല ഫുഡായിരുന്നു. ഊണാണ് കഴിച്ചത്. പിന്നെ ഒരു 10-20 സെറ്റ് കറിയും ഒക്കെ ആയിട്ട് നല്ലതായിരുന്നു. ഒഡീസയുടെ ഫുഡ് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും വെജ് ഫുഡാണ് ഞങ്ങൾ കഴിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്തത് ഞങ്ങൾ ഭുവനേശ്വറിലോട്ടാണ് ഇന്നത്തെ സ്റ്റേ. ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോകണം. രണ്ടാമത്തെ ദിവസം നല്ല ചുറ്റലായിരുന്നു. ഒന്ന് ആ വഴി തെറ്റിപ്പോയതും, പിന്നെ ആദ്യം ഇറങ്ങിയപ്പോൾ തന്നെ ജംഷഡ്പൂരിൽ സിറ്റിയിൽ ഉള്ളിലായതുകൊണ്ട് ഹൈവേ കണ്ടുപിടിച്ചൊക്കെ വരുന്നതിനൊക്കെ ലേറ്റായി. അപ്പോൾ ആ രണ്ടാമത്തെ ദിവസം നല്ല ഫ്ലോപ്പായിരുന്നു. വിചാരിച്ച പോലെ നമുക്ക് ഓടി കയറാനൊന്നും പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ രണ്ടാമത്തെ ദിവസം ഭുവനേശ്വറിൽ സ്റ്റേ ചെയ്യാൻ പ്ലാൻ ചെയ്തു. അങ്ങനെ ഒരു 5-6 മണിയോടുകൂടി ഞങ്ങൾ ഭുവനേശ്വറിൽ റൂമൊക്കെ എടുത്ത് അന്ന് അവിടെ സ്റ്റേ ചെയ്തു. പിറ്റേ ദിവസമെങ്കിലും കുറച്ചും കൂടെ വെളുപ്പിനെ എണീറ്റ് മാക്സിമം കിലോമീറ്ററുകൾ കവർ ചെയ്യണം. അങ്ങനെയൊക്കെ കുറേ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ അന്നത്തെ ദിവസം ഞങ്ങളവിടെ സ്റ്റേ ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു.